ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു ചപ്പാത്തി എഗ് റോൾ. ചപ്പാത്തി എഗ് റോൾ തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നീളത്തിലരിഞ്ഞ് ക്യാരറ്റ്, ക്യാപ്സിക്കം, സവോള, അതുകൂടാതെ നമ്മൾ 2 ചപ്പാത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ മയോണൈസും ടൊമാറ്റോ സോസുമാണ് ഉപയോഗിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം ഒരു ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം. ഇതിലോട്ട് സ്വല്പം പെപ്പറും ഇച്ചിരി ചില്ലി ഫ്ലാക്സ് കൂടെ ഇട്ട് കൊടുക്കാം. ഓംലെറ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ചപ്പാത്തി എഗ് റോളിനുള്ള ഓംലെറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മസാല റെഡിയാക്കാം. സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കുന്നു. ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. വെജിറ്റബിൾസ് നന്നായിട്ട് സോട്ടായി വരുമ്പോഴത്തേക്ക് നമ്മളിത് സ്വല്പം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് ഉപ്പും മാത്രമേ നമ്മൾ മസാല ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ചപ്പാത്തിയിലോട്ട് വെച്ചിട്ട് നമുക്ക് മടക്കിയെടുക്കാം. നമുക്ക് ഈ ഓംലെറ്റ് ഒന്ന് കട്ടാക്കി എടുക്കാം. ഇനി ചപ്പാത്തി എടുത്തിട്ട് മയോണൈസ് എടുക്കാം. ചപ്പാത്തിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. വെജിറ്റബിൾസ് നമുക്ക് വെച്ച് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ഇനി ഓംലെറ്റ് കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം. മയോണൈസൊക്കെ ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള മസാല, മുളക് പൊടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ മുളക് പൊടിയൊക്കെ ഇച്ചിരി ചേർത്ത് കൊടുക്കുക. നമ്മൾ പെപ്പർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പെപ്പറും ടൊമാറ്റോ സോസും ഓംലെറ്റും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചേർത്തേക്കുന്നത്. ടൊമാറ്റോ സോസ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഓംലെറ്റ് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് ചുരുട്ടിയെടുക്കാം. ഓംലെറ്റ് ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു തവയെ വെച്ച് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അങ്ങനെ ചപ്പാത്തി റോള് നമ്മൾ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് നല്ല ഗ്രില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കഴിക്കാൻ നല്ല പരുവത്തിന് കഴിക്കാം. ചപ്പാത്തി എഗ് റോൾ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് സാധനം എന്നുള്ള കാര്യം. നല്ല ഷവർമയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിക്കാനും ഒക്കെ ഷവർമ ഇങ്ങനെ റോൾ ചെയ്ത് കഴിക്കുന്നത് പോലെ ഉണ്ട്. ചപ്പാത്തിക്കകത്ത് ഇത് കഴിക്കാൻ നേരത്ത് കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. 4 മണിക്കൊക്കെ പലഹാരമായിട്ട് പൊളിക്കും. സാന്ദ്ര പറഞ്ഞ പോലെ ചപ്പാത്തി എഗ് റോള് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ്. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ പോഷകസമൃദ്ധമാണ്. നിങ്ങൾ ഇതെല്ലാവരും മറക്കാതെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.